നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, തുടക്കത്തിൽ രണ്ടുപേരും തമ്മിൽ കണ്ടു, സ്നേഹിച്ചു, രണ്ടുപേരും തമ്മിലുള്ള ലവ് റൊമാൻസ്. ഈ റൊമാൻസിൽ നമ്മൾ മുമ്പോട്ട് നീങ്ങും, ഈ റൊമാൻസ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കും എന്നുള്ള ബിലീഫിലാണ് ആൾക്കാർ റിലേഷൻഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ മുമ്പോട്ട് റിലേഷൻഷിപ്പ് നീങ്ങുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് തോന്നുന്നൊരു കാര്യമാണ്, തുടക്കത്തിലെ പോലെ ഇതിൽ അല്ലല്ലോ, കാര്യങ്ങളൊക്കെ ചേഞ്ചായി തുടങ്ങി, ആൻഡ് ആദ്യകാലത്തെ ആ സ്വീറ്റ്നെസ് ഇന്നില്ല, റിലേഷൻഷിപ്പിൽ കാര്യമായിട്ട് എന്തോ തകരാറും പ്രശ്നങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നും. അപ്പം ഈ ഒരു ഫേസിൽ ആൾക്കാർ ചെയ്യുന്നത് പലപ്പോഴും ഒന്ന് ഈ റിലേഷൻഷിപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യും, അതുമല്ലെങ്കിൽ മറ്റൊരാളെ അന്വേഷിച്ച് പോകും. പക്ഷേ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ മനസ്സിലാക്കുന്നതിന് അത് ഓരോ ഫേസ് കടന്നു പോകുമ്പോൾ അതിലൂടെ കുറേ ചേഞ്ചസ് ഉണ്ടാവും. ആദ്യകാലത്ത് 3 ഫേസാണ് ഏത് റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്നത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഹണിമൂൺ ഫേസ്. ഹണിമൂൺ എന്ന് വെച്ചാൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഫേസാണ്. രണ്ടുപേരും തമ്മിൽ അവരവരുടെ നല്ല സൈഡുകൾ മാത്രം കാണിക്കുക. ഏറ്റവും അടിപൊളി സ്വീറ്റസ്റ്റ് ഫേസ് ഓഫ് എ റിലേഷനാണ്. എന്നാൽ അവിടുന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ രണ്ടാമത്തെ ഫേസ് ഉണ്ട്. ആദ്യകാലത്തെ ത്രില്ലും ഒക്കെ അധികം കുറച്ചൊന്ന് താഴേക്ക് വരും, കുറച്ചുകൂടെ ഒന്ന് സ്റ്റെബിലൈസായി നോർമലൈസായി പോകുന്നൊരു ഫേസ് ഉണ്ട്. പ്ലേറ്റോ ഫേസ് എന്നൊക്കെ പറയും. പ്ലേറ്റോ ഫേസിൽ ആദ്യത്തെ ഗ്രാഫ് മുകളിലോട്ട് പോവില്ല, ഏകദേശം ഒന്ന് സ്റ്റഡി ആവുക എന്നുള്ളത്. രണ്ടുപേരും ജോലിയിലൊക്കെ ഇൻവോൾവായി, ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി, കുട്ടികളൊക്കെ ഉണ്ടായി. അപ്പം ആദ്യകാലത്തെ പോലെ റിലേഷൻഷിപ്പിൻ്റെ ത്രില്ല് നഷ്ടപ്പെട്ടു എന്ന് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങുന്നൊരു ഫേസാണ്. ചിലർ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫെയിലിയറായിട്ട് തന്നെ കാണും. ഇറ്റ് ഈസ് നോട്ട് ത്രില്ലിങ് എനിമോർ, എന്തോ സംഭവിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ എന്നത്. ആ ഫേസിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങണം. അവിടെ ഉണ്ടാകുന്ന ചെറിയ ക്രാക്കുകൾ, അവിടെ ഉണ്ടാകുന്ന ചെറിയ ഇഷ്യൂസ്, അവിടെ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് ആദ്യകാലത്തെ പോലെ ഹണിമൂൺ ഫേസിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതുമല്ല, ഓക്കെ ഇത് പോട്ടെ, നാളെ നോക്കാം എന്ത് ചിന്തിച്ച് അതിനെ അതുപോലെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇവോൾവ് ചെയ്യും. അതിൻ്റെ ഒരു 3ാമത്തെ ഘട്ടമുണ്ട്, ട്രോമ ഫേസ്, ബ്രേക്കപ്പ് ഫേസ് എന്നൊക്കെ പറയും. അത് കംപ്ലീറ്റ്ലി കൈവിട്ട് പോകുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ ആ റിലേഷൻഷിപ്പിനെ തിരിച്ച് കയറ്റാൻ ഭയങ്കര പാടാണ്. പ്ലസ് കൂടുതൽ നമ്മളെപ്പോഴും കണ്ടുവരുന്നത് ആൾക്കാരൊരു റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങിന് വരുന്നത് ഈ 3ാമത്തെ ഫേസിൽ. ഇനിയും ഒരു രീതിയിലും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ഒരു ഇതിലേക്ക് വരുമ്പോൾ യെസ്, റിലേഷൻഷിപ്പ് കൗൺസിലറുടെ അടുത്തേക്ക് പോകും. ആ സമയത്ത് റിലേഷൻഷിപ്പിന് സേവ് ചെയ്യാൻ നല്ല പ്രയാസമായിരിക്കും. ആ സമയത്ത് ഒരു പാർട്ട്ണറെങ്കിലും ഇത് നിർത്തിപ്പോണം തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഫേസ്, ഒരു റിലേഷൻഷിപ്പ് ഒരു കൗൺസിലറെ കൊണ്ടോ സൈക്കോളജിസ്റ്റിനെ കൊണ്ടോ സേവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആയിരിക്കും.